അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്ന് ഈ ഒരു വീഡിയോ ഇത് ഏറ്റവും ലാസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന ഭാഗം മുന്നിക്കിടാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോയിലുള്ള കഥാപാത്രങ്ങളും ഇതൊക്കെ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്നിപ്പം ഈ ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ബാക്കിയുള്ള ടീമിൻ്റെ ആരാധകർ ഫ്രാൻസ് ഇംഗ്ലണ്ടുകാരൊക്കെ സംയുക്തമായിട്ട് ആഘോഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇത്രയും ദിവസം ഇന്ന് പരാജയപ്പെട്ട ടീമിൻ്റെ ആരാധകർ തിരിച്ചിവർക്ക് കൊടുത്തതിൻ്റെ മാത്രമാണ് ഇവർ തിരിച്ചാഘോഷിക്കുന്നത്. അപ്പോൾ തോൽക്കുമ്പോൾ, അതായത് ഇപ്പോൾ പോർച്ചുഗലും ബ്രസീലും തോറ്റ ടൈമിൽ അർജൻറ്റീനയും ആഘോഷിക്കണേ, അർജൻറ്റീന തോൽക്കുന്ന ടൈമിൽ പോർച്ചുഗലും ബ്രസീലും അതുപോലെ തന്നെ ഫ്രാൻസും ഇംഗ്ലണ്ടും ഇവരൊക്കെ തിരിച്ചും ആഘോഷിക്കും. അപ്പം കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും, ഇങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ലാസ്റ്റ് ഇബലൊക്കെ പൊട്ടിയ ടൈമിൽ, പോർച്ചുഗലും ബ്രസീലൊക്കെ പൊട്ടിയ ടൈമിൽ ഒന്നായിട്ട് ഇവിടെ ഇല്ലാത്ത കോലാഹലങ്ങളില്ല. ഇനി ഇബലൊക്കെ മുണ്ടാതൊക്കെ ഇവർ അന്ന് ഇബലൊക്കെ മുണ്ടാകുന്നു എല്ലാവരും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അമരമ്പലത്ത് നിയാലിൻ്റെ അവിടെ പോയിട്ട് ഇവർ അറിഞ്ഞ പടക്കം പിടിച്ചു. കാരണം നിയാൽ വല്ല ഗ്രൂപ്പിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ട്, അതായത് റൊണാൾഡോക്ക് പന്ത് തൊടാൻ കിട്ടിയില്ല. അതായത് അന്ന് പോലും പറഞ്ഞതെന്ന് വെച്ചാൽ പോർച്ചുഗൽ കളിച്ച ടൈമിൽ, പോർച്ചുഗൽ സ്പെയിനോട് കളിച്ചപ്പോൾ റൊണാൾഡോ പന്ത് തൊട്ടിക്കണോ, റൊണാൾഡോ പന്ത് കണ്ടിക്കണോ, റഫറിക്ക് അതിലേറെ സ്ക്രീൻ സ്പേസ് അവസാനം എന്താ, ഇതൊക്കെ അർജന്റീനക്കാർ പറഞ്ഞ് നടന്നിട്ട് ഓൽക്കന്നെ വിനയായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തിരിച്ചു കിട്ടി. ഇന്നിപ്പോൾ മെസ്സിനെ കാണാനില്ല, മെസ്സിനെ കൊച്ചാക്കി പറയല്ല. കാരണം അന്ന് റൊണാൾഡോനെ കാണാനെന്ന് പറയുമ്പോൾ ബെൽക്ക് വേദനയാകുമ്പോൾ ഇന്ന് മെസ്സിനെ കാണാൻ പറയുമ്പോൾ നിങ്ങൾക്കും വേദനയാകും. പക്ഷെ എന്താ വെച്ചാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് ഫുട്ബോളാണ്. ഏത് സമയം നമുക്ക് കാര്യങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും വരാം. നമ്മളെ വിധി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. പിന്നെ ഇനി എനിക്ക് എല്ലാവരോടും കോമൺലി പറയാനുള്ളത്, കളിച്ചോൽക്കും കളിക്ക് പോയോൽക്കും കളി കണ്ടോൽക്കും കളി ടി വിയിൽ ഇട്ടുന്ന ചാനലിനും എല്ലാവരും കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞു. അവനാൻ്റെ പെരയിൽ അടുപ്പ് വേവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ മുതൽ പണിക്ക് പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കുറേ ആൾക്കാർ പറയുന്നത്, ഇന്നിപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങനെ ഇന്ത്യക്കാണല്ല ഇന്ത്യ. ഞാൻ പറഞ്ഞത് ഇതിമ്മ തല്ലും കൂടി കൂടുതലാണ്. ഇപ്പം എൻ്റർടൈൻമെൻറ്റ് നമുക്ക് പല എൻ്റർടൈൻമെൻറ്റ്സും കാണാം. ഇപ്പം നമ്മൾ പോയപ്പോൾ തന്നെ ഒരു 2 അടികൾ കണ്ടു. അവിടെ 2 അടി. അവിടെ ഞങ്ങൾ പോയപ്പോൾ വാനമ്പലത്തും അവിടെയും സ്കൂട്ടിമേലൊക്കെ പിടിച്ച് അടിക്കുക ആൾക്കാരാണ്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങോട്ട് നിങ്ങളിത് കൊണ്ടുപോകരുത്. കാരണം അങ്ങനെ നമ്മൾ വളരെ സൗഹൃദപരമായിട്ട്, കാരണം ഇന്നിപ്പോൾ ഇവര് തമ്മിലുള്ള റൈവൽറിയാണ് ഇന്ന് നടന്നത്. പക്ഷെ വളരെ സൗഹൃദപരമായിട്ട്. പക്ഷെ നീയാലൊന്നും തിരിച്ചു പറയണില്ല. തോറ്റ ടീം പോലെ എങ്ങനെ നിങ്ങളും അതേപോലെ ഇനി ഞാൻ കാണിച്ചില്ല. അപ്പൊ നമ്മൾ തോറ്റപ്പോൾ എന്താ അജൂത് ഇട്ടതാട്ടത് കണ്ടോ, ഇന്റെ ഫോട്ടോ തിരിച്ചിട്ടു. പോയിസാ നിഹാലിന്റെ കൂടെ കേട്ടത്. അതന്നെ. അതായത് പോർച്ചുഗൽ തോറ്റ ടൈമിൽ ഓലും മാക്സിമം എൻജോയ് ചെയ്തിട്ട് അർജന്റീനക്കാരാ. ഇത് അർജന്റീനക്കാർ ഇത് പേഴ്സണലി എടുക്കരുത്. നമ്മളിത് കാണുന്ന, നമ്മളിത് ചെയ്യണത് നമ്മളെ ഗ്രൂപ്പിൽ, അതായത് ഞങ്ങൾ തമ്മിലുള്ള, ഞങ്ങളെ സർക്കിളിൽ തമ്മിലുള്ള റൈവൽറി. നിങ്ങളെ നാട്ടിലൊക്കെ പോലെ തന്നെ. ഇപ്പൊ നിങ്ങളെ നാട്ടിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് തല്ലുകൊടുക്കും. നമ്മളെ നാട്ടിലുള്ളത് നമ്മളിവിടെ ഉണ്ടാവണം. അത് നമ്മൾ വീഡിയോ ഇടുന്നുണ്ടല്ലോ. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വ്ളോഗ് ഇടുന്നുണ്ടാവില്ല, നമ്മളത് വ്ളോഗ് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ആരോടും നമുക്ക് പ്രത്യേകിച്ച് എതിർപ്പില്ല. പിന്നെ ഞാൻ പേഴ്സണലി ഞാൻ ഈ വ്ളോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഞാനിന്ന് അർജന്റീനയുടെ കൂടെ നിന്ന മനുഷ്യനാണ്. പക്ഷേ നിരാശപ്പെടുത്തിയൊരു കളിയാണ്. ഞാൻ ഒരുപാട് അർജന്റീനയുടെ നിന്ന് പ്രതീക്ഷിച്ചു. അവസാനത്തെ അർജന്റീന 2-3 മത്സരങ്ങൾ കണ്ട് അർജന്റീന വിശ്വസിച്ച് പോയി. അതായത് മെസ്സി, എനിക്ക് മൊത്തത്തിലുള്ള ആ ഒരു ടീമിനെ എനിക്ക് അത്ര അതിൽ ലൈക്കാവാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേങ്കിൽ മെസ്സി എന്നുള്ളൊരു മനുഷ്യൻ അന്നും ഇന്നും എന്നും എപ്പോഴും ഞാൻ ഒരുപാട് കാലമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് വരുന്നൊരു പേഴ്സണാലിറ്റിയും ക്യാരക്ടറാണ്. അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആകെ സൈൻ ചെയ്ത ജെയ്സി, അതായത് മെസ്സിൻ്റെ കയ്യൊപ്പ് കൊണ്ട് സൈൻ ചെയ്തൊരു ജെയ്സി കിട്ടിയ ഒരേ ഒരു പ്ലെയർ എനിക്ക് മെസ്സിൻ്റെതാണ്. സോ ആ ഒരു റെസ്പെക്ട് എനിക്ക് എപ്പോഴും മെസ്സിനോട് ഉണ്ടാവും. ആ ഒരു സൈൻ കിട്ടിയോട്ട് എനിക്ക് എപ്പോഴും ആ റെസ്പെക്ട് ഉണ്ടാവും. അതുകൊണ്ട് മാത്രമല്ല, എല്ലാം കൊണ്ടും കളിയുടെ കാര്യത്തിലും. പക്ഷെ എന്നാലും എനിക്ക് സ്പെഷ്യലായി കണ്ടൂടെ, എനിക്ക് സൈൻ ചെയ്ത് എനിക്ക് ജെയ്സി തന്നിക്കണേ, പേര് എഴുതി ഹനാൻ ഷാന്ന് മെസ്സിന്റെ കൈ കൊണ്ട് എഴുതിയ ജെയ്സിന്റെ അടുത്തുണ്ടേ, നമ്മളെ പേരിലുണ്ട്. അപ്പം അത് ഭയങ്കര കിട്ടലാണ്. അപ്പം എന്തായാലും വ്ളോഗ് കാണാൻ എല്ലാവരും അങ്ങനത്തെ രീതിയിൽ മാത്രം വിലയിരുത്തുക. അപ്പോൾ ഇതൊക്കെ ഇവലൊക്കെ ഇപ്പം നോക്കിയച്ചോളി, ഇവലൊക്കെ എങ്ങനെയാണ് ഈ വ്ളോഗിൽ എന്നുള്ളത് എല്ലാവരും ഇപ്പം നോക്കിയച്ചോളി. ഇപ്പം പാവങ്ങളായി ഒതുങ്ങി, എല്ലാവരും ഒതുങ്ങിപ്പോയി. ഇപ്പം എല്ലാവരും ഒന്ന് ഒതുങ്ങി. പക്ഷെ ഇങ്ങനെ നല്ലതിന് അപ്പോൾ എല്ലാവരും സ്റ്റാർട്ടിങ് മുതൽ വ്ളോഗ് കാണാം. പേഴ്സണലി ഈ ഒരു വ്ളോഗ് എടുക്കാതിരിക്കും, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കണ്ടിട്ട് എല്ലാവരും നാളെ മുതൽ അവനവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ കടന്നാലും നാളെ മുതൽ നിങ്ങൾ പണിക്ക് പോയാലും നിങ്ങൾ അടുപ്പ് വേവും. മെസ്സിൻ്റെ അടുപ്പിന് വേവാത്ത കേടില്ല, റൊണാൾഡോൻ്റെ അടുപ്പ് വേവാത്ത കേടില്ല, നെയ്മറിൻ്റെ അടുപ്പ് വേവാത്ത കേടില്ല, സുവാരസിൻ്റെയോ ഇംബാപ്പയുടെയോ ലെമിൻ യമാലിൻ്റെയോ മറ്റേ കുക്കുറല്ലയുടെയോ അടുപ്പ് വേവാത്ത കേടില്ല. ഇവരുടെ അടുപ്പൊക്കെ ആലുവ അടുപ്പുകളിൽ തിളച്ചുകൊണ്ട് ഇവർ സ്റ്റീമഡ് ഫുഡ് മാത്രം കഴിച്ച് ഫുട്ബോളും പൈസ ഒരുമിച്ച് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ അഹോരാത്രം കളി കണ്ട് വൈകുന്നേരം ചായപ്പീടിയിൽ
കുതിർന്നുകൊണ്ട് ഞങ്ങളെ പോലെ 5:30 മണിക്ക് നേരം വെളുത്തിട്ട് കൊടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരും നമ്മൾ തമ്മിൽ മാറ്റേണ്ട. നാളെ മുതൽ പണിക്കോയാൽ നമ്മൾ പണിക്കോയാൽ നമുക്ക് തിന്നാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിത് സങ്കടപ്പെട്ടാണ്ട് കാര്യം നമ്മള് കുറെ കരഞ്ഞതാ. പോർച്ചുഗൽ ഫാൻസ് കരഞ്ഞാണ്, നെയ്മർ ഫാൻസ് കരഞ്ഞാണ്. നമ്മള് പിന്നെ പിറ്റേന്ന് കരഞ്ഞോണ്ട് കേൾക്കാറ്. അപ്പളേ കാര്യം നമ്മള് നെയ്മറിന് റൊണാൾഡോന്റെ സ്റ്റാറ്റസ് കാണാം. ഓല് ബീച്ചിലൊക്കെ പോയി ഫുൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുക. നമ്മള് കരഞ്ഞിരിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. നാളെ കഴിഞ്ഞാൽ അത് വിടുക.